ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു ക്വിക്ക് റിവിഷൻ സീരീസ് തുടങ്ങുകയുണ്ടായി. ഈ ഒരു ഓവർസിയർ എക്സാം റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വിക്ക് റിവിഷൻ സീരീസ് തുടങ്ങുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ സർവേയിലുള്ള നമ്മുടെ ഫണ്ടമെൻ്റൽസ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് നമ്മുടെ ചെയിൻ സർവേയിലെ കാര്യങ്ങളാണ്. ഓക്കെ, ചെയിൻ സർവേയിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെയിൻ സർവേ നമുക്കറിയാം, ഇതൊരു ക്വിക്ക് റിവിഷനാണ്. സോ അപ്പോൾ നമ്മൾ പോയിൻറ്റ്സ് പെട്ടെന്ന് കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിമി ക്വസ്റ്റ്യൻസ് നമ്മുടെ ഗ്രേഡ് 3 ഗ്രേഡ് 2 എക്സാമിലേക്ക് നിമി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിമിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സീരീസ് ഇറക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ജോയിൻ 59 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും കാണാൻ കഴിയും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഡെമോ വീഡിയോസൊക്കെ അതിൽ അവൈലബിൾ ആണ്. ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയിൻ സർവേയിലോട്ട് വരാം. ചെയിൻ സർവേ എന്ന് പറഞ്ഞാൽ എന്താ? ചെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയിനോ അല്ലെങ്കിൽ ടേപ്പോ ഉപയോഗിച്ച് നമ്മൾ ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ചെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ അടുത്ത് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ എന്ന് പറയുന്നതാണ്. പ്രിൻസിപ്പിൾ എന്താണ്? ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രയാങ്കുലേഷനാണ് നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രയാങ്കുലേഷനാണ്. ആ ട്രയാങ്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട് നമുക്ക്. ആ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഹോൾ ഏരിയയിൽ നമ്മൾ കുറേ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ട്രയാങ്കിൾസിനും ഏരിയ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ദെൻ നമ്മൾ ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എടുക്കുന്ന ട്രയാങ്കിൾസിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എങ്ങനെയാണ് ട്രയാങ്കിൾസ് എങ്ങനെയായിരിക്കണം? വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ആയിരിക്കണം, അല്ലെ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ആയിരിക്കണം. ഈ ഒരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എന്താണ്? വെൽ കണ്ടീഷൻസ് ട്രയാങ്കിൾ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ആംഗിൾ എത്രയായിരിക്കണം? നോട്ട് ലെസ് ദാൻ 30 ഡിഗ്രി ആയിരിക്കണം, അല്ലെ നോട്ട് ലെസ് ദാൻ 30 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ തന്നെ നോട്ട് ഗ്രേറ്റർ ദാൻ 120 ഡിഗ്രിയും ആയിരിക്കണം. ഓക്കെ, ഇതിനടുത്ത് ഈ ഒരു വെൽ കണ്ടീഷൻ അല്ലാത്ത ട്രയാങ്കിൾസിന് നമ്മൾ എന്താണ് പറയുന്നത്? വെൽ കണ്ടീഷൻ അല്ലാത്ത ട്രയാങ്കിൾസിന് നമ്മൾ ഇൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഓക്കെ, ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഈ ഒരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസിൽ തന്നെ നമ്മൾ ഏത് ട്രയാങ്കിൾസാണ് കൺസിഡർ ചെയ്യുന്നത്? നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും, അല്ലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ദെൻ അതുപോലെ തന്നെ ഐസോസിലസ് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ഒരു ഐസോസിലസ് ട്രയാങ്കിൾസിൽ നമ്മൾ 2 ഈക്വൽ ആംഗിൾസ് പറയാറുണ്ട്. ആ ആംഗിൾ ഏതാണ്? 56 ഡിഗ്രി 14 മിനിറ്റുള്ള ആംഗിൾസ് ആയിരിക്കണം ഈ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ നോട്ട് ലെസ് ദാൻ 30 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ തന്നെ നോട്ട് ഗ്രേറ്റർ ദാൻ 120 ആയിരിക്കണം. ഓക്കെ, അതിൽ നമുക്കറിയാം ഈ ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡയറക്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടാക്കിയോമെട്രിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അപ്രോക്സിമേറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ചെയിൻ സർവേയിൽ നമുക്ക് അറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ചെയിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ചെയിനിനെ പറ്റി നോക്കുവാണെങ്കിൽ ചെയിൻ നമുക്കറിയാം എത്ര ടൈപ്സ് ഉണ്ട്? 2 ടൈപ്സ് ഉണ്ട്, അല്ലേ? ചെയിൻ 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? മെട്രിക് ചെയിൻ ആൻഡ് നോൺ മെട്രിക് ചെയിൻ ഉണ്ട്, അല്ലേ? മെട്രിക് ചെയിനും ഉണ്ട്, നോൺ മെട്രിക് ചെയിനും ഉണ്ട്. ഓക്കെ, നോൺ മെട്രിക് ചെയിനും ഉണ്ട്. ഈ ഒരു മെട്രിക് ചെയിൻ്റെ പ്രത്യേകത എന്താണ്? മെട്രിക് ചെയിൻ നമുക്കറിയാം 5 മീറ്റർ, അതുപോലെ 10 മീറ്റർ, അതുപോലെ 20 മീറ്റർ, 30 മീറ്റർ, ആ ഒരു അളവിലൊക്കെയാണ് നമുക്ക് മെട്രിക് ചെയിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ 20 മീറ്ററും അതുപോലെ തന്നെ 30 മീറ്ററുമാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ചെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ചെയിനിൽ ലിങ്കുകൾ ഉണ്ടാവും. ഒരു ലിങ്ക് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? ഒരു ലിങ്ക് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററാണ്. ദെൻ അതുപോലെ ഈ ലിങ്കുകളെ കണക്ട് ചെയ്തുകൊണ്ട് 3 സർക്കുലർ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് റിങ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ലിങ്കുകളെ കണക്ട് ചെയ്തുകൊണ്ട് 3 സർക്കുലർ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് റിങ്സ് ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ ഈ ലിങ്ക്സ് അതെന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? 4 mm ഡയമീറ്ററുള്ള ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, 4 mm ഡയമീറ്ററുള്ള ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയർ വെച്ചിട്ടാണ് ആ ഒരു ലിങ്ക്സ് നിർമ്മിച്ചിരിക്കുന്നത്. ദെൻ ഇനി അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ
ആ ഒരു ചെയിനിൻ്റെ ഹാൻഡിൽസ് ബ്രാസ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള ആ ഒരു ജോയിൻ്റ് ഏതാണ്ട് ജോയിൻ്റ് സിവൽ ജോയിൻ്റ് എന്ന് പറയാം. സിവൽ ജോയിൻ്റ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ബോൾട്ട് കണക്ഷൻ എന്ന് പറയാം. ഓക്കെ, സിവൽ ജോയിൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഐ ബോൾട്ട് കണക്ഷൻ എന്ന് പറയാം. അത്രയാണ് ആ ഒരു മെട്രിക് ചെയിനിൽ വരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓരോ 1 മീറ്ററിലും, അതായത് ഇപ്പോൾ ഒരു 20 മീറ്റർ ചെയിൻ എടുത്താലും 30 മീറ്റർ ചെയിൻ എടുത്തു കഴിഞ്ഞാലും ഓരോ 1 മീറ്ററിലും നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ബ്രാസ് റിങ്സ് പ്രൊവൈഡ് ചെയ്തില്ലേ? ഓരോ 1 മീറ്ററിൽ നമ്മൾ ബ്രാസ് റിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ഓരോ 5 മീറ്ററിൽ നമ്മൾ എന്തോന്ന് പറയുന്നു? താലീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ടല്ലേ? താലീസ് അല്ലെങ്കിൽ ടാഗ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ടാഗ് അല്ലെങ്കിൽ താലീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഒരു മെട്രിക് ചെയിൻ്റെ കാര്യങ്ങളിൽ വരുന്നത്. ഓക്കെ, ദെൻ ഞാൻ പറയുന്നത് ഈ ഒരു ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആ ഒരു സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് സ്പീഡ് അധികമാണെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം. ദെൻ അതുപോലെ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കതും കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് നോൺ മെട്രിക് ചെയിൻ. ഓക്കെ, നോൺ മെട്രിക് ചെയിനിൽ വന്നു കഴിഞ്ഞാൽ എത്ര ടൈപ്സ് ഉണ്ട് നമുക്കറിയാം. എൻജിനീയേഴ്സ് ചെയിൻ ഉണ്ടല്ലേ, എൻജിനീയേഴ്സ് ചെയിൻ ഉണ്ട്, അതുപോലെ തന്നെ സർവേഴ്സ് ചെയിൻ ഉണ്ട്, അതുപോലെ തന്നെ റവന്യൂ ചെയിൻ ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? എൻജിനീയേഴ്സ് ചെയിൻ ഉണ്ട്, സർവേഴ്സ് ചെയിൻ ഉണ്ട്, റവന്യൂ ചെയിൻ ഉണ്ട്. ഈ എൻജിനീയേഴ്സ് ചെയിനിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? 100 ഫീറ്റ് ആണല്ലേ, 100 ഫീറ്റ് ആണ് വരുന്നത്. അവിടെ ലിങ്ക്സ് എത്രയാണ് വരുന്നത്? ലിങ്കുകൾ വരുന്നത് 100 നമ്പേഴ്സാണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ ഒരു ലിങ്ക് എന്ന് പറയുന്നത് എത്രയാണ്ടാ? ഒരു ലിങ്ക് എന്ന് പറയുന്നത് 1 ഫൂട്ടാണല്ലേ, 1 ഫൂട്ടാണ്. ദെൻ അടുത്ത സർവേസ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ സർവേസ് ചെയിനിൽ 66 ഫീറ്റാണ്, 66 ഫീറ്റാണ് വരുന്നത്. അവിടെയും ലിങ്കുകൾ എത്രയാണ് ഉണ്ടടാ? 100 ലിങ്ക്സ് ഉണ്ട്. അവിടെയും ഒരു ലിങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 0.66 ഫീറ്റാണല്ലേ, 0.66 ഫീറ്റാണ്. ഓക്കെ, ഇനി റവന്യൂ ചെയിൻ എടുത്തു കഴിഞ്ഞാലോ ഈ സർവേസ് ചെയിൻ്റെ അതർ നെയിം എന്താണ്? സർവേസ് ചെയിനെ നമുക്ക് എന്തോന്ന് പറയാം? ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയാം. ഓക്കെ, ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയാം. ഓക്കെ, സർവേസ് ചെയിനെ നമുക്ക് ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയാം. ഇനി റവന്യൂ ചെയിൻ എന്താണ്? റവന്യൂ ചെയിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 33 ഫീറ്റാണ് അല്ലേ, 33 ഫീറ്റാണ്. അവിടെ നമുക്ക് നമ്പർ ഓഫ് ലിങ്ക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. സോ നമുക്ക് ഒരു ലിങ്ക് എന്ന് പറയുന്നത് 33/16 ഫീറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, 33/16 ഫീറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ ഒരു എഞ്ചിനീയർ ചെയിനിൻ്റെ ലെങ്ത് ടോട്ടൽ ലെങ്ത് 100 ആണെന്ന് ഓർമ്മിക്കാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗിന് പഠിച്ചിട്ട് 100% മാർക്ക് കൂടെ പാസ്സാകുന്നു എന്ന് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം എഞ്ചിനീയർ സ്കെയിൽ എന്ന് പറയുന്നത് 100 ഫീറ്റ് ആണ്. പിന്നെ അതുപോലെ സർവേ ചെയിൻ എടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എസ് ഉണ്ട്, സോ 66 എന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി. സോ ദെൻ ബാക്കി വരുന്നത് ഈ 33 എന്ന് ഓർമ്മിക്കുക. ആ ഒരു രീതിയിൽ അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓക്കെ, അതിൻ്റെ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു നമുക്ക് പറഞ്ഞു ഈ ഒരു റവന്യൂ ചെയിൻ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? റവന്യൂ ചെയിൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റവന്യൂ സർവേ ആണല്ലേ. റവന്യൂ സർവേ അല്ലെങ്കിൽ കഡസ്ട്രിയൽ സർവീസിനാണ് നമ്മൾ ഈ ഒരു റവന്യൂ ചെയിൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു നോക്കേണ്ടതാണ് നമ്മുടെ ടെസ്റ്റിംഗ്. ചെയിനിൻ്റെ ടെസ്റ്റിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ടെസ്റ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടേപ്പാണ്? സ്റ്റീൽ ടേപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. സ്റ്റീൽ ടേപ്പാണ് ചെയിനിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ചെയിനിൻ്റെ ലെങ്തൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീൽ ടേപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കവിടെ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഒരു 8 kg ലോഡ് നമ്മളവിടെ കൊടുക്കുന്നു. ഓക്കെ, 8 kg ലോഡ് നമ്മളവിടെ പുള്ള് ചെയ്യുന്നു. ഇത്രയും കണ്ടീഷൻസിലാണ് ആ ഒരു ടെസ്റ്റിംഗ് ചെയിൻ എന്നൊരു പോർഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടതാണ് ടേപ്പ്. ഓക്കെ, ആ ഒരു ചെയിൻ സർവേയിലുള്ള ഒരു അടുത്തൊരു ഇൻസ്ട്രുമെൻ്റാണ് ടേപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ടൈപ്സ് ടേപ്പ് ഉണ്ടടാ? ടേപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലോത്ത് അല്ലെങ്കിൽ ലിനൻ ടൈപ്പ് ടേപ്പ് ഉണ്ടല്ലേ. ക്ലോത്ത് അല്ലെങ്കിൽ ലിനൻ ടൈപ്പ് ടേപ്പ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണ്? ഡ്യൂറബിലിറ്റി കുറവാണ്. ഓക്കെ, ഡ്യൂറബിലിറ്റി കുറവാണ്. ദെൻ അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇൻവാർ ടേപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവാർ എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ അലോയ്സ് ആണ്? സ്റ്റീലിൻ്റെയും അതുപോലെ തന്നെ നിക്കലിൻ്റെയും. ഓക്കെ, സ്റ്റീലിൻ്റെയും നിക്കലിൻ്റെയും അലോയ്സ് ആണ്. സ്റ്റീൽ അവിടെ 64%, അതുപോലെ തന്നെ നിക്കൽ അവിടെ 36% ഉള്ളത്. ഓക്കെ, ഇൻവാർ എന്ന് പറഞ്ഞാൽ അലോയ്സ് ഓഫ് സ്റ്റീൽ ആൻഡ് നിക്കലാണ്. അവിടെ നമുക്ക് സ്റ്റീൽ 64%, നിക്കൽ 36% ഉള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ഇൻവാർ ടേപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവിടെ തെർമൽ എക്സ്പാൻഷൻ കുറവായിരിക്കും. ഓക്കെ, ലോ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ് അവിടെ ഉള്ളത്.
ദെൻ അടുത്ത ടൈപ്പാണ് മെറ്റാലിക് ടേപ്പ്. ഓക്കെ, മെറ്റാലിക് ടേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റാലിക് ടേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന അവിടെ ഉള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് ഫൈബേഴ്സ് അവിടെ ഉണ്ടാവും. ഓക്കെ, ആ ഒരു മെറ്റാലിക് ടേപ്പിൽ വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് ഫൈബേഴ്സ് അവിടെ ഉണ്ടാകും. ആ ഒരു മെറ്റാലിക് ടേപ്പ്. ദെൻ അടുത്തതാണ് നമ്മൾ സ്റ്റീൽ ടേപ്പ് പറയുന്നത്. സ്റ്റീൽ ടേപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്റ്റീൽ ടേപ്പ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ചെയിനിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീൽ ടേപ്പ് നമ്മളവിടെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ ചെയിൻ സർവേക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് പെഗ്സ്. ഓക്കെ, പെഗ്സ് എന്ന് പറയാം. പെഗ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സർവേ ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷനും എൻഡ് പൊസിഷനും മാർക്ക് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വുഡൻ പെഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സർവേ ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും മാർക്ക് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വുഡൻ പെഗ്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ആ ഒരു വുഡൻ പെഗ്സിൻ്റെ കോമൺ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണല്ലേ? 15 സെൻറ്റിമീറ്റർ ആണ്. ദെൻ അടുത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മളെ ആരോ. ഓക്കെ, ആരോസ് അല്ലെങ്കിൽ നമുക്ക് പറയാം മാർക്കിംഗ് പെൻ എന്ന് പറയാം. ഓക്കെ, ആരോസ് അല്ലെങ്കിൽ നമുക്ക് മാർക്കിംഗ് പെൻ എന്ന് പറയാം. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ എന്താണ് ചെയിൻ ലെങ്തിൻ്റെ എൻഡ് ഓഫ് ദ ചെയിൻ ലെങ്ത്. ഓക്കെ, എൻഡ് ഓഫ് ദ ചെയിൻ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ആരോ അല്ലെങ്കിൽ മാർക്കിംഗ് പെൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ട് മാർക്ക് പോലെ ഈ ഒരു പെഗ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ എൻഡ് പോയിൻ്റ് ഓഫ് എന്നതാണ് സർവേ ലൈനാണ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ എൻഡ് പോയിൻ്റ് ഓഫ് സർവേ ലൈൻ മാർക്ക് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വുഡൻ പെഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആരോസ് ആണെങ്കിൽ നമ്മൾ എൻഡ് ഓഫ് ദ ചെയിൻ ലെങ്ത് മാർക്ക് ചെയ്യാനാണ് ആരോസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നമുക്കറിയാം ഒരു ചെയിനിൻ്റെ കൂടെ നമുക്ക് എത്ര ആരോസാണ് സപ്ലൈ ചെയ്യാറുള്ളത്? 10 നമ്പേഴ്സ് ആരോസാണ് നമുക്കൊരു ചെയിനിൻ്റെ കൂടെ സപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ, ഇതിൻ്റെ അടുത്ത് നോക്കേണ്ടതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻ്റാണ് റേഞ്ചിങ് റോഡ് എന്ന് പറയുന്നത് അല്ലേ? റേഞ്ചിങ് റോഡ് നമുക്കറിയാം നമ്മൾ സർവേയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഇൻസ്ട്രുമെൻ്റ്. റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ ഒരു സർവേ ലൈന് ഇൻ്റർമീഡിയറ്റ് വരുന്ന പോയിന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആ ഒരു ഇൻ്റർമീഡിയറ്റ് പോയിന്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? റേഞ്ചിങ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ആ ഒരു റോഡ്സിനെയാണ് നമ്മൾ റേഞ്ചിങ് റോഡ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് ഈ ഒരു റേഞ്ചിങ് റോഡിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? ലെങ്ത് വരുന്നത് എത്രയാണ്? 2 to 3 മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അല്ലേ? ഇനി ഡയമീറ്റർ ആണെങ്കിലോ 3 സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ വരുന്നത്. ഓക്കെ, ലെങ്ത് 2 to 3 മീറ്ററും ഡയമീറ്റർ വരുന്നത് 3 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനി ഈ ഒരു റേഞ്ചിങ് റോഡിൽ നമുക്ക് ഓരോ ബാൻഡ്സ് ഉണ്ട്. അതായത് ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണല്ലേ? അതായത് അതിന് 2 കളറുണ്ടാവും. ഒന്ന് റെഡ് ആൻഡ് വൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോ ബാൻഡ്സ് ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിങ് റോഡ് വെച്ചിട്ട് അപ് ടു എത്രയാണ്? 200 മീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, 200 മീറ്റർ വരെയുള്ള ഡിസ്റ്റൻസിന് മാത്രമേ നമുക്ക് ഈ ഒരു റേഞ്ചിങ് റോഡ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ എക്സീഡ് 200 മീറ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഫ്ലാഗ് യൂസ് ചെയ്യും. ഓക്കെ, ഫ്ലാഗ് യൂസ് ചെയ്യും. ഈ ഒരു റേഞ്ചിങ് റോഡിൻ്റെ ടോപ്പിൽ നമ്മളൊരു ഫ്ലാഗ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? റേഞ്ചിങ് പോൾസ് യൂസ് ചെയ്യും. ഓക്കെ, റേഞ്ചിങ് പോൾസ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു റേഞ്ചിങ് പോൾസിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? റേഞ്ചിങ് പോൾസിൻ്റെ ലെങ്ത് വരുന്നത് എത്രയാണ്? 4 to 8 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. ഡയമീറ്റർ ആണെങ്കിലോ ഡയമീറ്റർ 6 to 10 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, ഡയമീറ്റർ 6 to 10 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, ഇനി ഈ ഒരു റേഞ്ചിങ് പോളിൽ എല്ലാ റേഞ്ചിങ് പോളിലും ടോപ്പിലൊരു ഫ്ലാഗ് ഉണ്ടാവും. ആ ഫ്ലാഗിൻ്റെയൊക്കെ കളറ് ഏതായിരിക്കും? റെഡോ അല്ലെങ്കിൽ വൈറ്റോ അല്ലെങ്കിൽ യെല്ലോ ആയിരിക്കും. ഓക്കെ, അത്രയാണ് ആ ഒരു റേഞ്ചിങ് റോഡിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതിന് അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ഓഫ്സെറ്റ് റോഡ്. ഓക്കെ, ഓഫ്സെറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓഫ്സെറ്റ് എടുക്കാൻ യൂസ് ചെയ്യുന്ന റോഡാണ് ഓഫ്സെറ്റ് റോഡ്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ലൊക്കേറ്റ് ഒരു സർവേ ലൈന് നിയർ ആയിട്ട് ഒരു പോയിന്റ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഈ ഒരു ഓഫ്സെറ്റ് റോഡിൻ്റെ കോമൺ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3 മീറ്റർ ആണ്. ഓക്കെ, ഓഫ്സെറ്റ് റോഡിൻ്റെ കോമൺ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3 മീറ്റർ ആണ്. ഓക്കെ, 3 മീറ്റർ ആണ്. ദെൻ അടുത്ത് നമ്മൾക്ക് നോക്കേണ്ടതാണ് പ്ലം ബോബ്. ഓക്കെ,
പ്ലം ബോബ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ പ്ലം ബോബ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സർവേയിലോട്ട് വരുമ്പോൾ ആ ഒരു സ്ലോപ്പിംഗ് സർഫേസ് ഒക്കെ ആണെങ്കിൽ, സ്ലോപ്പിംഗ് ഏരിയാസ് ആണെങ്കിൽ അവിടെ നമ്മൾ പോയിൻറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മളവിടെ പ്ലം ബോബ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ അടുത്ത് ക്രോസ് സ്റ്റാഫ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ക്രോസ് സ്റ്റാഫ് നമ്മൾ സർവേ ലൈൻ്റെ 90 ഡിഗ്രി മാർക്ക് ചെയ്യാനാണ്, അല്ലെ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ സെറ്റിംഗ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും നമുക്കറിയാം ഈ ഒരു ചെയിൻ ഒരു 20 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്ററുള്ള ചെയിൻസാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു ചെയിനിൻ്റെ ഒരു പോർഷൻ, അതായത് ഒരു എൻഡ് പോർഷൻ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, ഫോർവേഡ് ഡയറക്ഷനിൽ വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ലീഡിങ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അയാളെ നമ്മൾ എന്തോന്ന് പറയുന്നു? ലീഡർ എന്ന് പറയുന്നു. ഓക്കെ, ലീഡിങ് ചെയ്യുന്ന ആളിനെയാണ് ലീഡർ എന്ന് പറയുന്നത്. ഇനി ആ ഒരു ചെയിനിൻ്റെ റിയർ എൻഡ് പിടിച്ചുകൊണ്ട് പോകുന്ന ആളിനെ നമ്മൾ എന്തോന്ന് പറയുന്നു? ഫോളോവർ എന്ന് പറയുന്നു. ഓക്കെ, ഫോളോവർ എന്ന് പറയുന്നു. ഇതിൽ ഈ ഫോളോവറാണ് ലീഡറിന് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് ഒബേ ചെയ്തത് ആരാണ്? ലീഡറാണ്. ഫോളോവറാണ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് ഒബേ ചെയ്യുന്നത് ആരാണ്? ലീഡറാണ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ഒബേ ചെയ്യുന്നത് ലീഡറാണ്. ദെൻ അതുപോലെ തന്നെ ഈ ലീഡർ ആരോസ് നമുക്കവിടെ ആരോസ് അവിടെ പ്ലേസ് ചെയ്യുന്നത് ആരാണ്? ലീഡറാണ്. ഈ ആരോസ് എടുക്കുന്നത് ആരാണ്? ഫോളോവറാണ്. ഓക്കെ, ആരോസ് റിമൂവ് ചെയ്യുന്നത് ഫോളോവറാണ്. ആരോസ് അവിടെ പ്ലേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരോസ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ലീഡറാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ചെയിൻ സർവേയിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഫീൽഡ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫീൽഡ് ബുക്കിൻ്റെ സൈസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈസ് എത്രയാണ്? 20x12 സെൻറ്റിമീറ്റർ ആണല്ലേ. 20x12 സെൻറ്റിമീറ്റർ ആണ് ഫീൽഡ് ബുക്കിൻ്റെ സൈസ് വരുന്നത്. 2 ടൈപ്പ് ഫീൽഡ് ബുക്കിൻ്റെ ഏതൊക്കെയാണ്? സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കും ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഉണ്ട്. ഓക്കെ, സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കും ഉണ്ട്, ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഉണ്ട്. സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേജിൽ സിംഗിൾ ലൈൻ ആയിരിക്കും. ഡബിൾ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പേജിൽ 2 ലൈൻസ് കാണും. ഈ ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് വരുമ്പോഴത്തേക്കും ആ 2 ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1.5 to 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 1.5 to 2 സെൻറ്റിമീറ്റർ ആയിരിക്കും ആ 2 ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കാണ് നമ്മൾ ലാർജ് സ്കെയിൽ വർക്കിനൊക്കെ നമ്മൾ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓർഡിനറി വർക്ക്സ്, അതായത് ചെറിയ വർക്കിനൊക്കെ നമ്മൾ ഈ ഒരു ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഈ ഒരു സർവേ, നമ്മൾ ചെയിൻ സർവേ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു സർവേ ലൈനുണ്ട്, അല്ലെങ്കിൽ ഒരു മെയിൻ സർവേ ലൈനുണ്ട്. മെയിൻ സർവേ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെയിൻ സ്റ്റേഷൻസിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? മെയിൻ സർവേ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ സർവേ ലൈൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? ഓക്കെ, സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫീൽഡിലുള്ള ആ ഒരു പോയിൻറ്റ്സിനെയാണ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയായിരിക്കും? ആ ഒരു സർവേ ലൈന് സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ സർവേ ലൈനിൻ്റെ എൻഡിങ്ങിലോ വരുന്ന പോയിൻറ്റ്സ് ആയിരിക്കും സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് അടുത്താണ് ബേസ് ലൈൻ. ഓക്കെ, ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് സർവേ ലൈൻ എന്ന് പറയാം, ലോങ്ങസ്റ്റ് മെയിൻ സർവേ ലൈൻ എന്ന് പറയാം. ഓക്കെ, മെയിൻ സർവേ ലൈനിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ലൈനാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ സർവേ ലൈൻസിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ അതിനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. അതിനടുത്ത് ടൈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ടൈ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓഫ്സെറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലൈനാണ് നമ്മൾ ടൈ ലൈൻ എന്ന് പറയുന്നത്. ഇനി ചെക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെക്ക് ലൈൻ അല്ലെങ്കിൽ പ്രൂഫ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ലൈൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ടൈ ലൈൻസ് നമ്മൾക്ക് ഈ ഒരു ചെക്ക് ലൈനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു ചെയിൻ സർവേ എന്ന പോർഷനിൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് റേഞ്ചിങ് എന്ന പോർഷൻ. ഓക്കെ, റേഞ്ചിങ് എന്ന പോർഷൻ നമുക്ക് നോക്കുമ്പോൾ അറിയാം. റേഞ്ചിങ് പ്രധാനമായിട്ടും എത്ര തരത്തിലുണ്ട്? 2 ടൈപ്സ് ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? ഡയറക്റ്റ് റേഞ്ചിങ് ഉണ്ട്, ഇൻഡയറക്റ്റ് റേഞ്ചിങ് ഉണ്ടല്ലേ. ഡയറക്റ്റ് റേഞ്ചിങ് ഉണ്ട്, ഇൻഡയറക്റ്റ് റേഞ്ചിങ് ഉണ്ട്. ഈ ഒരു ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിൻ്റെ മറ്റൊരു പേര് എന്താണ്? റെസിപ്രോക്കൽ റേഞ്ചിങ് എന്ന് പറയാം. ഓക്കെ, ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിൻ്റെ മറ്റൊരു പേര് റെസിപ്രോക്കൽ റേഞ്ചിങ് എന്ന് പറയാം. ഈ ഒരു ഡയറക്റ്റ് റേഞ്ചിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് റേഞ്ചിങ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? നമ്മൾ റേഞ്ചിങ് ബൈ ഐ ചെയ്യാറുണ്ടല്ലേ.
റേഞ്ചിങ് ബൈ ഐ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേറെ എന്താണ്, അതുപോലെ തന്നെ നമ്മൾ ലയൺ റേഞ്ചർ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, റേഞ്ചിങ് ബൈ ലയൺ റേഞ്ചർ ഉണ്ട്. ദെൻ അടുത്തതാണ് ലൈനിങ് ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, ലൈനിങ് ഇൻ എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു റേഞ്ചിങ് ബൈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധാരണ നമ്മൾ ഐ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് 3 റേഞ്ചിങ് റോഡും 2 സ്റ്റാഫും കാണും. ഓക്കെ, 3 റേഞ്ചിങ് റോഡും 2 പേഴ്സൺസും കാണും. ഇനി നമ്മൾ ഈ ഒരു റേഞ്ചിങ് ബൈ ഐ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ച് സിഗ്നൽസ് അവിടെ നോക്കാനുണ്ട്. സിഗ്നൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഹാൻഡ് റാപ്പിഡായിട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് കൺസിഡറബിൾ മൂവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി കുറച്ച് സ്ലോ ആയിട്ടാണ് നമ്മൾ സ്വീപ്പ് ചെയ്യുന്നതെങ്കിൽ സ്ലോ മൂവ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അതുപോലെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹാൻഡ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് മൂവിനെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. ദെൻ അതുപോലെ നമ്മുടെ ഹാൻഡ്സ് രണ്ടും തലയ്ക്ക് മുകൾ വരെ ഉയർത്തിയിട്ട് താഴ്ത്തുകയാണെങ്കിൽ എന്താണ് പറയുന്നത്, ആ പൊസിഷൻ കറക്റ്റ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ 2 ഹാൻഡ് നമ്മൾ ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മുടെ ആംസ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ റോഡ് അവിടെ ഫിക്സ് ചെയ്യുക എന്നൊരു അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലൈൻ റേഞ്ചർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലൈനിങ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഒരു ഡയറക്റ്റ് റേഞ്ചിങ് തിയോഡലൈറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ലൈനിങ് ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ലൈൻ റേഞ്ചിൻ്റെ കാര്യം പെട്ടെന്ന് പറയാം. ലൈൻ റേഞ്ചിങ്ങിൽ 2 മിററുണ്ട്. അതായത് ഓരോ മിററും ഓൺ എബോവ് ദ അതർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു മിററിൻ്റെ അടിയിലാണ് മറ്റൊരു മിറർ ഇരിക്കുന്നത്. ടോപ്പിലിരിക്കുന്ന മിറർ റൈറ്റ് സൈഡ് വ്യൂവിനെയും ബോട്ടത്തിലിരിക്കുന്ന മിറർ ലെഫ്റ്റ് സൈഡ് വ്യൂ ആയിരിക്കും കിട്ടുന്നതും. ഈ 2 മിററിൽ ഈ വ്യൂസ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോൾ അതാണ് അവിടെ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് പൊസിഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു ലൈൻ റേഞ്ചറിന് നമുക്ക് 2 റേഞ്ചിങ് റോഡും 1 പേഴ്സണും മതി. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഒരു ഡയറക്റ്റ് റേഞ്ചിങ്ങിലുള്ളത്. ഇനി ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇൻഡയറക്റ്റ് റേഞ്ചിങ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഞ്ചിങ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെയാണ്, റാൻഡം ലൈൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെ ബാലൻസിങ് ഇന്നും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്, റാൻഡം ലൈൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബാലൻസിങ് ഇൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു ബാലൻസിങ് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇൻഡയറക്റ്റ് റേഞ്ചിങ് തിയോഡലൈറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ബാലൻസിങ് ഇൻ എന്ന് പറയുന്നു. ഒരു റാൻഡം ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളത് വുഡഡ് ഏരിയാസിൽ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ റാൻഡം ലൈൻ മെത്തേഡ് പറയുന്നു. ഇനി ഈ ഒരു ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങും നമ്മുടെ അതുപോലെ തന്നെ ഡയറക്റ്റ് റേഞ്ചിങ്ങും തമ്മിലുള്ള മറ്റൊരു ഡിഫറൻസ് എന്താണുള്ളത്. ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ സർവേലൻസിൻ്റെ പോർഷൻസ് എൻഡ് പോയിൻറ്റും അതുപോലെ തന്നെ സർവേലൈൻ്റെ ബോത്ത് പോയിൻറ്റ്സ് നമുക്ക് മ്യൂച്വലി ഇൻ്റർവിസിബിൾ ആയിരിക്കും. അതാണ് നമ്മൾ ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ സർവേലൻസിൻ്റെ ആ ഒരു ബോത്ത് പോയിൻറ്റ്സ് നമുക്ക് മ്യൂച്വലി ഇൻ്റർവിസിബിൾ അല്ല, നോട്ട് മ്യൂച്വലി ഇൻ്റർവിസിബിൾ ആണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഈ ഒരു ലെങ്ത് ഓഫ് ചെയിനിൻ്റെ കുറച്ച് ഇററാണ്, ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിനാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമുക്ക് അവിടെ 2 കണ്ടീഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്, ചെയിൻ ഇലോങ്ങേറ്റഡ് കണ്ടീഷനും ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ചെയിൻ ഇലോങ്ങേറ്റഡ് കണ്ടീഷൻ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ മറ്റൊരെന്താണ്, ചെയിൻ ടു ഷോർട്ട്. ഓക്കെ, ഈ 2 കണ്ടീഷനാണ് നമുക്കവിടെ പറയുന്നത്. ഇതിൽ ചെയിൻ ഇലോങ്ങേറ്റഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പറയുന്നത്, അവിടെ കറക്ഷൻ എങ്ങനെയാണ്, കറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. ഇറർ എങ്ങനെയാണ്, ഇറർ നെഗറ്റീവ് ആയിരിക്കും. ഇനി ചെയിൻ ടു ഷോർട്ട് ആണെങ്കിലോ നേരെ തിരിച്ചു വരും, കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറർ എങ്ങനെയായിരിക്കും, ഇറർ പോസിറ്റീവും ആയിരിക്കും. ഓക്കെ, ആ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇനി ഇവിടെ ഒരു ഫോർമുലയുള്ളത്, അതായത് നമുക്ക് ട്രൂ ലെങ്ത് അല്ലെങ്കിൽ ആക്ച്വൽ ലെങ്ത് ഓഫ് ലൈൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. സ്മോൾ എൽ ഈക്വൽ ടു ഏതാണ്, സ്മോൾ എൽ ഡാഷ് ഇൻറ്റു ക്യാപിറ്റൽ എൽ ഡാഷ് ബൈ എൽ ആണ്. ഇവിടെ ഈ ഒരു സ്മോൾ എൽ എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്ത് ആണ്, അല്ലെങ്കിൽ ട്രൂ ലെങ്ത് എന്ന് പറയാം. ഈ സ്മോൾ എൽ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മെഷേർഡ് ലെങ്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ക്യാപിറ്റൽ എൽ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇറർ ലെങ്താണ്, അതായത് ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിനാണ്. ഇനി ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ആ ഒരു ചെയിനിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്താണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു റേഞ്ചിങ് എന്ന പോർഷനുള്ളത്. ഈ ഒരു റേഞ്ചിങ്ങിൻ്റെ
ഈ ഒരു പോർഷൻ, അതായത് ചെയിൻ ഇലോങ്ങേറ്റഡും അത് എങ്ങനെയാണ് കറക്ഷൻ പോസിറ്റീവ് വരുന്നതും ഇറർ നെഗറ്റീവ് വരുന്നതൊക്കെ നമ്മൾ വീഡിയോ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. സോ അതൊക്കെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ കാണാവുന്നതാണ്. ഫ്രീ ആയിട്ട് അത് ക്ലാസ് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇക്വേഷൻ റിലേറ്റ് ചെയ്തിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.